നമസ്കാരം. 24 ചാനലിലെ ഹാഷ്മിയുമായി രാഹുൽ മാങ്കുട്ടത്ത് നടത്തിയ ഇന്റർവ്യൂ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരള ജനതയുടെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ അത് കാണുകയും അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത് 3 അതിജീവിതമാർക്കാണ്. അതിൽ 2 അതിജീവിതന്മാർക്കാണ് പ്രശ്നമായിട്ടുള്ളത്. കാരണം രണ്ടാമത്തെ അതിജീവിത തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പോലീസിനോട്, നിങ്ങളോട് ആരാണ് ഞാൻ കേസ് എടുക്കാൻ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് പരാതി തന്നിട്ടില്ല. എനിക്ക് അതുകൊണ്ട് 164 സ്റ്റേറ്റ്മെന്റും തരാൻ പറ്റില്ല, എനിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാനും പറ്റില്ല എന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പരാതിക്കാരി അതിജീവിത, എന്നാൽ താൻ ഈ കേസുമായി മുന്നോട്ട് പോകും, താനും തൻ്റെ കുടുംബം തകർന്നുപോയി, അതേപോലെ എൻ്റെ ഭർത്താവായ BJP നേതാവ് എന്നെ സമ്മതിക്കുന്നില്ല, രണ്ടാമത് റീയൂണിയൻ വേണമെങ്കിൽ എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോയേ പറ്റുള്ളൂ, മാത്രമല്ല അവരും വിവാഹിതയായിരുന്നു, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തുമായി ഒന്നിച്ചത്. രാഹുൽ മാങ്കൂട്ടം പ്രധാനമായി ഉന്നയിച്ചത് അവർ വിവാഹിതയാണെന്ന് എനിക്ക് അറിയുമില്ലായിരുന്നു, അവർ വിവാഹിതയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന് പോകില്ലായിരുന്നു, പക്ഷേ എന്നെ നിർബന്ധിച്ച് അവർ കൊണ്ടുപോയി അവസാനം ഞാൻ പിന്നീട് ഞാൻ ഗർഭിണിയായപ്പോൾ ഗർഭചിത്രം നടത്താൻ ഞാൻ നിർബന്ധിച്ചിട്ടില്ല, ഒരിക്കലും ആ ഗർഭം എൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ അതിന് നിർബന്ധിക്കുക? ആ കേസിൽ ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞ് നോട്ട് അറസ്റ്റ് പറഞ്ഞതെങ്കിൽ മൂന്നാമത്തെ കേസിൽ സെഷൻസ് കോടതി തന്നെ കേസ് എടുത്തതും നിയമവിരുദ്ധം, അറസ്റ്റ് ചെയ്തതും നിയമവിരുദ്ധം, ബലാത്സംഗം എന്ന് പറഞ്ഞതും നിയമവിരുദ്ധം എന്ന് കൃത്യമായി രേഖകൾ കൊണ്ട് പറഞ്ഞ് ആ കേസേ ഇല്ലാതാക്കി എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ പെട്ടുപോയത് പോലീസാണ്. പിണറായി വിജയന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി രാഹുൽ മാങ്കൂട്ടത്തെ മുന്നിൽ നിർത്തി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ കേസ് ലൈവാക്കി കേരളത്തിൽ വലിയ അട്ടിമറികൾ ഉണ്ടാക്കാം. ഉമ്മൻചാണ്ടിയെ കുടുക്കിയ പോലെ, ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കി അധികാരം പിടിച്ചെടുത്ത പോലെ രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാൻ വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാകും, UDF ഇല്ലാതാകും എന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ കാൽക്കുലേഷൻ. എന്നാൽ ആ കാൽക്കുലേഷൻ ഒക്കെ തെറ്റിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം മുന്നേറിയത്. മൂന്നാമത്തെ കേസിൽ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ പത്രദൃശ്യമാധ്യമങ്ങളുടെ ഒരു കൊയ്ത്തായിരുന്നു. എല്ലാ പത്രദൃശ്യമാധ്യമങ്ങളും ഒരേപോലെ രാഹുൽ മാങ്കൂട്ടം വലിയ ബലാത്സംഗ വീരനാണ്, കോൺഗ്രസിനെ നശിപ്പിച്ചു എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹം വാർത്ത ചെയ്തത്. എന്നാൽ 18 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടം അകത്തേ പോയ രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ 10,000 ഇരട്ടി ശക്തിയിലാണ് പുറത്തു വന്നത്. കുറച്ചു ദിവസം നിശബ്ദനായിരുന്ന ശേഷം അദ്ദേഹത്തിന്റെ മൗനം ഭഞ്ജിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തിറങ്ങുകയും ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ വാദി പ്രതിയാകുകയും ചെയ്തു. ആദ്യത്തെ വാദിയും രണ്ടാമത്തെ വാദിയും മൂന്നാമത്തെ വാദിയും, ഈ 3 വാദികളും ഒരേപോലെ പ്രതികളായി തീരുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാദി പ്രതിയാകും, പ്രതി അവസാനം വാദിയാകുന്ന രൂപത്തിലെത്തിയിരിക്കുന്നു. അവസാനം രാഹുൽ മാങ്കൂട്ടം തിരിച്ച് കേസ് കൊടുത്താൽ ഇപ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ മാനനഷ്ടം ഉണ്ടാക്കുന്ന തുക ഈടാക്കാൻ ഈ 3 പേരും കൂടെ കൊടുക്കേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഒരു 50 കോടി രൂപ 3 പേരും കൂടെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ 3 പേരും കൊടുക്കേണ്ടി വരും. ഈ സ്ഥിതിയിലാണ് ഇപ്പോൾ കേസിന്റെ പോക്ക്. കാരണം ഇത് ബലാത്സംഗമല്ല എന്ന് 3 കേസിലും കൃത്യമായി പ്രോസിക്യൂഷന് മുന്നിൽ കൃത്യമായി തെളിവുകൾ സഹിതം ഹാജരാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം തെളിയിച്ചിരിക്കുകയാണ്. താൻ നിയമപരമായിട്ട് യാതൊരു തെറ്റുമില്ല ചെയ്തിട്ടില്ല എന്ന് ആണയിടുമ്പോൾ തന്നെ ഇനി എൻ്റെ പേരിൽ ആരെങ്കിലും കള്ളക്കേസ് കൊടുത്താൽ അതിൻ്റെ ഉത്തരവാദികൾ അവരായിരിക്കും, അവരതിനെ അനുഭവിക്കേണ്ടി വരും എന്നുകൂടി കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. എന്നെ പറ്റിയിട്ട് പല കള്ളപ്രചരണം നടത്തുകയാണ്, 15 കേസുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പ്രചരണം നടത്തുന്നു. പക്ഷേ എൻ്റെ പേരിൽ ഒരു കേസും വരാൻ പോകുന്നില്ല, വന്ന കേസുകളെല്ലാം ചീറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ഇനി മേലിൽ ആരെങ്കിലും കേസ് കൊടുത്താൽ അവർ സൂക്ഷിച്ചോളണം, എൻ്റെ പേരിൽ ആരെങ്കിലും ഈ കേസുമായി വന്നാൽ തിരിച്ച് ഞാൻ കേസ് കൊടുത്താൽ അവർ കുടുങ്ങും, നഷ്ടപരിഹാരം തരേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മൂന്നാമത്തെ വാദി പറഞ്ഞിരിക്കുന്ന കാര്യം, അത് എല്ലാം പുറത്തുവിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നാം ജീവിത ആത്മഹത്യ ചെയ്യേണ്ടി വരും. അത്രയും ഞെട്ടിക്കുന്ന രേഖകളാണ് മൂന്നാം അതിജീവിതയ്ക്കെതിരെ ഉള്ളത് എന്നുള്ളതാണ് സത്യം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണോ കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദത്തിലുണ്ടായത്, ആ സമയത്തെല്ലാം പ്രതിരോധത്തിലായിരുന്നു.
ഇന്നിപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ തിരിച്ചടി തീർച്ചയായും ഏറ്റവും അധികം തിരിച്ചടി കൊള്ളുന്നത് പിണറായി വിജയനാണ് എന്നുള്ളതാണ്. ഈ അടി കൊള്ളാതെ രക്ഷപ്പെടുന്നത് വി ഡി സതീശനാണെന്ന് മാത്രമല്ല, വി ഡി സതീശൻ ഒരു തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെയും കോൺഗ്രസിനെയും രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ വിവാദങ്ങൾ വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയും പിന്നെ ഒരു രണ്ടാമതൊരു പെൺകുട്ടിയുടെ പരാതി വന്നപ്പോൾ പുറത്താക്കുകയും ചെയ്ത ശേഷം പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകൾ വന്ന ഉടൻ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് എന്താണ്? കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് മുകേഷിനെ നിങ്ങൾ പുറത്താക്കാത്തത്? എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ച സരിതാ നായരിൽ ഒരു കുട്ടിയുള്ള ആഭാസനായ ഗണേശനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. അതേപോലെ പി ശശി എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പുകാരനായ പെൺപിടിയനായ പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അടഞ്ഞുകൂടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുള്ള അർഹത? സ്വന്തം ഒരു MLA-യുടെ, അത് CPM MLA-യുടെ മകളെ കണ്ണൂരിലെ CPM ഓഫീസിൽ വെച്ച് കടന്നു പിടിച്ച പി ശശിയെ നിങ്ങൾ പുറത്താക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുക? അത് തന്നെയാണ് ഹൈക്കോടതി നിയമസഭയിൽ ഈ പ്രശ്നം വന്നപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാം. അല്ല, ഞങ്ങളുടെ സ്റ്റാൻഡ് ആ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു കോമ്പീറ്റൻസും ഇല്ല. ആവശ്യമില്ലാത്തൊരു പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. പരാതി പോലും മെയിൻറ്റെയിനബിൾ അല്ല. സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ് ആ പരാതിയിൽ പറയണത്. അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഏത് MLA ആയിക്കോട്ടെ, ഇപ്പം എത്ര പേരുണ്ട് MLA-മാർ കേസിൽ പ്രതികളായിട്ടുള്ളവർ? ഇല്ലേ? മുകേഷ് MLA ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ? അല്ലേ? കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. അത് ഈ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല, പൊതു നിലപാടാണ് ഞങ്ങൾക്ക്. അതവന് ആർക്കെതിരെ വേണമെങ്കിലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കിയിട്ട് സ്പീക്കർ അത് പാർട്ടിക്കാരനാണെങ്കിൽ പുറത്താക്കാമല്ലോ. അത് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രീസിഡൻ്റാണ്, ഒരിക്കലും വരാൻ പാടില്ല. അക്കാര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. പാലക്കാട് MLA-യുടെ കാര്യത്തിൽ ഞങ്ങൾ സംഘടനാപരമായ ശക്തമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ നിയമസഭാംഗത്വം പ്രതിയായ ഒരാളുടെ നിയമസഭാംഗത്വം കളയാൻ പാടില്ല. ഇപ്പോൾ കൺവിക്റ്റ് ചെയ്തു ആന്റണി രാജുവിൻ്റെ, അപ്പോൾ നിയമമുണ്ട്, അത് കളയാൻ നിയമമുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്, അല്ലാതെ നിയമമുണ്ട്. ഒരു കേസിൽ പ്രതിയായി എന്നതിൻ്റെ പേരിൽ ഒരു MLA-യുടെ എല്ലാ MLA-മാരും കേസിൽ പ്രതികളാണ്. ഏതെങ്കിലും കേസിൽ പ്രതികളായ MLA-മാർ അപ്പോൾ എല്ലാവരെയും ഡിസ്ക്വാളിഫൈ ചെയ്യുക. അല്ലേ? നമ്മളെല്ലാം പ്രതികളാണ്, ഞാനടക്കം ഞങ്ങളെല്ലാം ഓരോ കേസിൽ പ്രതികളാണ്. MLA-മാരുടെ കോടതി പോയി കൊച്ചിയിൽ അന്വേഷിച്ചാൽ എല്ലാ MLA-മാരും കേസിൽ പ്രതികളാണ്. ഏത് കേസിൽ പ്രതിയായാലും അവരെ നീക്കം ചെയ്യണമെന്നൊരു ഭരണമുന്നണി തീരുമാനിച്ചാൽ പ്രതിപക്ഷ ഏത് കേസായാലും അപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യായിരുന്നു? അല്ലല്ല, അതൊന്നും നിയമസഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ലാത്ത അധികാരം എങ്ങനെ പ്രയോഗിക്കണം? അത് ആവശ്യമില്ലാത്ത പാടില്ല. അതായത് വി ഡി സതീശൻ അതീവ തന്ത്രശാലിയായ ചാണക്യനാണ് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തി തൽക്കാലം. എന്നിട്ടോ അദ്ദേഹം കേസുകളെല്ലാം നേരിട്ടു, ജയിലിൽ പോയി. ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് നിലനിൽക്കുകയില്ല എന്ന് നിയമപരമായി തന്നെ ഉറക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പി ശശിയെക്കുറിച്ചുള്ള പരാതി CPM പാർട്ടിയുടെ കൈവശമാണ് ഉള്ളത്. അത് കോടതിയിൽ ഹാജരാക്കാതെ പി ശശിയെ രക്ഷിച്ചിട്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ വീണ്ടും പാർട്ടി ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറ്റിയിരിക്കുന്നത്. കേരളത്തിലെ പോലീസിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന പി ശശി, ഇത്രയും ആഭാസനായ പി ശശി, പെണ്ണുപിടിയനായ പി ശശി, ബലാത്സംഗ വീരനായ പി ശശി, അങ്ങനെയുള്ള ഒരാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നാണമില്ലേ പിണറായി എന്ന് ചോദിച്ചാൽ പിണറായിക്ക് എന്ത് പറയാൻ പറ്റും? മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാമൂടി കെട്ടുന്ന ഒരായുധമാണ് പി ശശി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിയമപരമായിട്ട് യാതൊരു തെറ്റും ചെയ്യാത്ത രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസ്, പ്രത്യേകിച്ചും വി ഡി സതീശൻ. അതിന് കാരണം രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല എന്ന് ഇപ്പോൾ കോടതി വഴി തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ജനം പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്നു. സ്ത്രീകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, യുവതികൾ, വയസ്സായ സ്ത്രീകൾ ഒറ്റക്കെട്ടായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംരക്ഷകരായി
മാറിയിരിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു ബലാത്സംഗത്തിൽപ്പെട്ട, ഒന്നല്ല 3 ബലാത്സംഗ കേസിൽപ്പെട്ട ഒരു ഒരു പ്രതിയെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നീതിയുണ്ട്, ഈ പെൺകുട്ടി പരാതി കൊടുത്ത പെൺകുട്ടികളുടെ ഭാഗത്ത് അനീതിയുണ്ട്. അത് ജനം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം. ആ തിരിച്ചറിഞ്ഞത് തന്നെയാണ് വി ഡി സതീശൻ കൃത്യമായി പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങനെയൊന്നും പുറത്താക്കാൻ നിയമപരമായി നിയമസഭയ്ക്ക് അധികാരമില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ നെഞ്ചോട് ചേർത്താണ് വി ഡി സതീശൻ കൂടെ ചേർത്തത്. അതിന്റെ അർത്ഥം അദ്ദേഹം അടുത്ത ഇലക്ഷനിലും പാലക്കാട് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാകാൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പിന്നീട് കോൺഗ്രസിൽ ചേരുന്ന രീതിയായിരിക്കും. അങ്ങനെ 36 വയസ്സുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷ കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ ശിക്ഷയാണ് കോൺഗ്രസ് കൊടുത്തത്. ഇപ്പോൾ അദ്ദേഹം തെറ്റുകാരനല്ല, നിയമപരമായി തെറ്റുകാരനല്ല എന്ന് ലോകത്തെ അറിയിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല താനും. മാത്രമല്ല ജനം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തെയാണ് തോടൊപ്പമാണ് താനും. നന്ദി, നമസ്കാരം.